എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഉപകാരപ്രദമാകുന്ന കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് മുടി നരയ്ക്കുന്നതും പ്രായമായിട്ട് മുടി നരയ്ക്കുന്നതൊന്നും ഓർത്ത് ആരും വിഷമിക്കേണ്ട. നരച്ച മുടിയൊക്കെ നമുക്ക് കറപ്പിച്ചെടുക്കാൻ പറ്റും. അത് 1 മിനിറ്റ് കൊണ്ട്. ഒരു ഭംഗിവാക്കല്ല കേട്ടോ. മുടി നര മാറ്റാൻ മാത്രമല്ല, മുടി സമൃദ്ധമായിട്ട് വളരാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്രദമാകുന്ന കാര്യമാണ്. നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വെച്ചിട്ട് ഒരു കടുക്ക. നമ്മുടെ എല്ലാ അങ്ങാടി കടയിലും വാങ്ങിക്കാൻ കിട്ടും. കടുക്കയ്ക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. പ്രത്യേകിച്ച് മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ കടുക്ക ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും. അകാല നര വരാതിരിക്കാനും മുടി സമൃദ്ധമായിട്ട് വേരോടുകൂടി കറക്കാനും നല്ലതായിട്ട് വളരാനും താരനൊക്കെ മാറാനും ഏറ്റവും നല്ലതാണ് കേട്ടോ. അങ്ങനെ അതിൻ്റെ കുറച്ച് ഗുണങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതിലേക്ക് നമ്മൾ ഉണക്ക നെല്ലിക്കയാണ് കിട്ടുന്നത്. അതും അങ്ങാടിക്കടയിൽ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഫ്ലാറ്റ് സീഡ്, അതിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും, അങ്ങാടി കടയിലും കിട്ടും കേട്ടോ. പിന്നെ ശിക്കക്കായ് എന്ന് പറയുന്നൊരു പൗഡർ. ഇത് മുടി വളരാൻ നല്ലതാണ് കേട്ടോ. ഒരു സൈസ് പുളിങ്കുരു പോലുള്ള അങ്ങനത്തെ ഉള്ള രീതി ഇതിൻ്റെ പൗഡറായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ നേരെ നമ്മൾ ഇതിനെ അടപ്പിലോട്ട് വെക്കുകയാണ് മിക്സ് ചെയ്തിട്ട്. അത് ഇതൊക്കെ നമുക്ക് വലിയ പൈസ ഒന്നും മുടക്കാണ്ട് നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇതിപ്പോൾ നല്ല പോലെ ആ ഒരു കളറും ഈ ഒരു നമ്മുടെ ഈ കടുക്കയ്ക്ക് തന്നെ, കടുക്ക വെറുതെ വെള്ളത്തിലിട്ട് നമ്മളിങ്ങനെ പൊടിച്ചിട്ട് അതിങ്ങനെ തിളപ്പിക്കുമ്പോൾ തന്നെ നല്ല ഡാർക്ക് കറുപ്പിലോട്ട് പോട്ടോ. എന്നിട്ട് നമുക്ക് നല്ല പാക്കായിട്ടും ഡൈ ആയിട്ടൊക്കെ ഉപയോഗിക്കാം. ഇന്ന് നമ്മൾ ഇതൊരു വെള്ളം രീതിയിലാണ് എടുക്കുന്നത് കേട്ടോ. വളരെ സിമ്പിളായിട്ട്. ഡൈ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ കുറേ നേരമൊക്കെ തലയിൽ വെച്ച് അതിനുവേണ്ടി പ്രിപ്പറേഷനൊക്കെ ചെയ്യാൻ എല്ലാവർക്കൊക്കെ മടിയാണ്. മുടി ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും നരമാറാനും അതുപോലെ മുടി സമൃദ്ധമായിട്ട് വളരാനും ഈ ഒരു വെള്ളം മാത്രം മതി കേട്ടോ. ഒരു തുള്ളി ഉപയോഗിച്ചാൽ മതി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഭംഗിവാക്കല്ല, ഇതിൻ്റെ നന്നായിട്ട് വറ്റി വരുമ്പോൾ കളർ കാണുമ്പം തന്നെ മനസ്സിലാവും നമ്മളിതിനകത്ത് വേറൊരു കാര്യം ഇതിൽ ചേർത്തിട്ടില്ല. നല്ലപോലെ അത് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഫ്ലാറ്റ് സീഡ് തേച്ചുകൊണ്ട് തന്നെ. പിന്നെ നെല്ലിക്കയുടെ ഗുണങ്ങളിലോട്ട് പറയുന്നില്ല, ചിക്കക്കായുടെ ഗുണങ്ങളിലോട്ടൊന്നും പോകുന്നില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, കടുക്കയുടെ ആ ഒരു സീഡ് എടുക്കരുത്. ചിക്കക്കായുടെ ആ ഒരു പുറന്തോട് മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഫ്ലാറ്റ് സീഡ് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. അന്നേരം അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് ഇത് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇത് കുളിക്കുന്നതിൻ്റെ ഒരു 20-25 മിനിറ്റിന് മുന്നേ നമ്മുടെ തലയോട്ടിലും തലമുടിയിലും നല്ലപോലെ മസാജ് ചെയ്ത് കൊടുത്തിട്ട് നോർമൽ വാട്ടറിൽ നമുക്കിത് കഴുകിക്കളയാവുന്നതാണ്. നല്ല ഡാർക്കായിട്ടുള്ള കറുപ്പാണ്. ഇപ്പം നമുക്ക് ഒരു നേരം നമ്മൾ തേച്ചതിന് ശേഷം ഇത് ഒരു കൊച്ചു ഡപ്പയ്ക്കകത്താക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ പിന്നീട് എടുത്ത് നമുക്കത് ഉപയോഗിക്കാം തണുപ്പ് മാറിയതിന് ശേഷം. നെല്ലിക്കയും അതുപോലെ തന്നെ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന ഓരോ ചേരുവയും ഒന്നിനൊന്നിന് മികവുറ്റതാണ്. മുടി നല്ല സ്മൂത്തായിട്ടും സിൽക്കി ആയിട്ട് കിടക്കാനും അതുപോലെ താരനൊക്കെ മാറി മുടി സമൃദ്ധമായിട്ട് വളരാനും അകാല നരയൊക്കെ മാറി കിട്ടാനും പറ്റിയ ഏറ്റവും നല്ലൊരു കാര്യമാണ് കേട്ടോ. ഇതിനെ നമ്മളൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ദാണ്ട ഈ ഒരു കളറിലാണ് കിട്ടണം കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ഡൈ ഒന്നും തയ്യാറാക്കേണ്ട ആവശ്യമില്ല. ഡൈ ഒക്കെ ചെയ്യാൻ മടിയുള്ളവർക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു വെള്ളമാണ് കേട്ടോ. ആഴ്ചയിൽ ഒരു തവണയൊക്കെ അല്ലെങ്കിൽ 1-2 തവണ നമുക്ക് ഒന്നിക്കെതിരായിട്ടുള്ള ദിവസങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. കാരണം ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇത് നമുക്ക് ഡൈക്ക് പകരമായിട്ട് ഉപയോഗിക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഒരു കോട്ടൻ്റെ തുണി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ നമ്മുടെ മെയിൻ ചേരുവയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാട്ടിൻപുറങ്ങളിലും പുറത്താണെങ്കിലും എവിടെയും സുലഭമായിട്ട് കിട്ടുന്ന, ഇനി ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊന്നും പറയുന്നില്ല, അത്രയേറെ ഗുണങ്ങളുള്ളതാണ് കേട്ടോ. അപ്പോൾ എത്ര പൈസ മുടക്കിയാലും ഇതിൻ്റെ അത്രയും ഗുണങ്ങൾ കിട്ടുമെന്ന് തോന്നത്തില്ല. എത്ര വില കൂടിയ സാധനങ്ങൾ നമ്മൾ കഴിച്ചാലും അല്ലെങ്കിൽ പുറമേ തേച്ചാലും ഒക്കെ. അത് നമ്മൾ നല്ലൊരു തണ്ട് മുരിങ്ങയിലയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് പനിക്കുറുക്കയുടെ ഒരില എടുക്കുന്നുണ്ട്. നമ്മളിത് ഇൻസ്റ്റൻറ്റ് ഡൈ ആണ് തയ്യാറാക്കുന്നത് കേട്ടോ. ഡൈ ചെയ്യാൻ മിക്സിങ് പാടാണ്. അതുപോലെ ഡൈ മൂലം ഒരുപാട് അലർജി ഉണ്ടാകും, പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കെമിക്കൽ ഡൈകൾ. അതുപോലെ തന്നെ ഡൈയുടെ തേച്ച് ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ നേരം തലയിൽ വെക്കാൻ എല്ലാവർക്കും മടിയാണ്. അങ്ങനത്തെ ഉള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു ഇൻസ്റ്റൻറ്റ് ഡൈയും ഈ ആദ്യം കാണിച്ച വെള്ളവും ഉപകാരപ്രദമാണ്. നരച്ചവർക്ക് മാത്രമല്ല, മുടി ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും ട്രൈ ചെയ്യാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ അയമോദകമാണ്. എടുത്തിരിക്കുന്ന ചേരുവകളുടെ ഗുണങ്ങളിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. ഇതിലേക്ക് ഇനി നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം, വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തല തേക്കുന്ന എണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണയിൽ നമ്മൾ കരിഞ്ജീരകവും ഉലുവയും കറിവേപ്പിലൊക്കെ ചേർത്തിട്ടുള്ള സ്പെഷ്യലായിട്ടൊരു ഹെയർ ഓയിലാണ്. അത് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമ്മളൊരു തിരി രീതിയിൽ കത്തിക്കുകയാണ്. 2 സൈഡിലും ഒരേ അളവിലുള്ള ഗ്ലാസ്സോ പാത്രമോ വെച്ചതിന് ശേഷം അതിന് മുകളിലായിട്ട് ഒരു സ്റ്റീൽ പാത്രം വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വെച്ചാൽ മതി. നല്ലപോലെ ആ ഒരു തീ ആ ഒരു പാത്രത്തിലോട്ട് പിടിച്ചിട്ട് ആ ഒരു
ഒരു ഡാർക്ക് കരിയിലോട്ട് വരും. ഈ ഒരു കരി വെച്ചിട്ടാണ് നമ്മൾ ഇൻസ്റ്റൻറ്റ് ഡൈകൾ തയ്യാറാക്കുന്നത് കേട്ടോ. പല രീതിയിലുള്ള ഇൻസ്റ്റൻറ്റ് ഡൈകൾ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നതാണ്. വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ച പോലെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഡൈ ചെയ്യാൻ പാടാണ്. ഡൈ ചെയ്യാൻ മടിയുള്ളവർക്കും അലർജി പ്രശ്നങ്ങളായിട്ട് ബുദ്ധിമുട്ടുന്നവർക്കും ഇപ്പം കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഡൈകളെന്ന് പറയുമ്പോൾ നല്ല പൈസയാവും. പക്ഷേ അതിൻ്റെ റിസൾട്ട് ഒരു ദിവസത്തേനെ കാണത്തുള്ളൂ. പക്ഷേ കിളിർത്ത് വരുന്ന മുടി അതുപോലെ തന്നെ നരച്ചിരിക്കും. പക്ഷേ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കിളിർത്ത് വരുന്ന തലമുടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് പ്രായക്കാർക്കും നല്ല കറുത്ത് ഇടതൂർന്ന മുടികൾ വരും. പ്രത്യേകിച്ച് 30 വയസ്സിന് ശേഷമുള്ള സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും എല്ലാവരും മുടിയൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ മുടി കെട്ടിവെക്കാൻ പോലും കാണത്തില്ല. പ്രത്യേകിച്ച് PCOD ഉള്ള ഒരേ സമയത്തുള്ള എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് PCOD ഉണ്ട്. ഹോർമോണൽ ചേഞ്ചസ് കാരണം നമുക്ക് ഒരുപാട് മുടി പൊഴിയുന്നുണ്ട്. അങ്ങങ്ങാട്ട് മുടി നരച്ച് തുടങ്ങി. എന്നാൽ ചോദിക്കും പ്രായം ഒരുപാടായിട്ടുള്ള ചിലരിലൊന്നും ഈ ഒരു നര കാണില്ല. പാരമ്പര്യമുണ്ട്. പക്ഷേ അങ്ങനത്തുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രമാണ്. അന്നേരം നമ്മൾ ആ ഒരു കുറച്ച് നേരം എടുക്കത്തുള്ളൂ. അതൊന്ന് കത്തി വരുന്ന സമയം ആ ചൂടാറിയതിന് ശേഷം നമ്മളൊരു പേപ്പറോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ആ ഒരു പാത്രത്തിൽ നിന്ന് കരി മൊത്തമായിട്ടിങ്ങ് എടുക്കുക. എന്നിട്ട് നമ്മളൊരു കുഞ്ഞൻ ഡപ്പയിലോട്ട് ഇട്ട് വെക്കുക. പിന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിനെ നമ്മൾ പല രീതിയിലുള്ള മിക്സിങ്ങിൽ നമ്മൾ ചെയ്യാറുണ്ട്. നമ്മൾ തൊട്ട് മുമ്പുള്ളൊരു വീഡിയോയിൽ നമ്മൾ ഇങ്ങനത്തുള്ള വറുത്ത് പൊടിച്ചിട്ട് ആ ഒരു പൊടിയെ നമ്മൾ ആവണക്കണ്ണയുടെ എണ്ണയിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വീടുകളിൽ സുലഭമായിട്ടുള്ളൊരു കാര്യമാണ് പെട്രോളിയം ജെല്ലി, വൈറ്റ് പെട്രോളിയം ജെല്ലി എന്ന് വെച്ചാൽ വാസലിന്. അതിന്ന് കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളേ. 10 രൂപയുടെ ചെറിയൊരു കുഞ്ഞ് ടിന്നാണ്. അതിന്ന് കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അലോവേറ ജെല്ലും വേണമെങ്കിൽ മാത്രം തേച്ചാൽ മതി. ഇതിപ്പം ഈ ഒരു പാത്രത്തിലുള്ള കരി വേസ്റ്റ് ആക്കണ്ട, കഴുകി കളയണ്ട. കഴുകി എടുക്കാൻ നല്ല പാടാണ് കേട്ടോ. ഇതിനായിട്ടൊരു പാത്രം തന്നെ മാറ്റി വെക്കുന്നതാണ് നല്ലത്. കാരണം നമ്മുടെ കൈ പോലും ആയാൽ പോലും ആ ഒരു കറുപ്പൊക്കെ ഇച്ചിരി പാടാണ്, കുറച്ച് ദിവസം എടുക്കും. അത് ഇതിലേക്ക് നമ്മൾ ലേശം വാസലിനും അതിൻ്റെ കൂട്ടത്തിൽ ഒരു 3-4 തുള്ളി നമ്മൾ അലോവേറ ജെല്ലും കൂടാണ് തേച്ച് കൊടുക്കുന്നത്. ശരിക്കും വാട്ടർ പ്രൂഫാണ് കേട്ടോ. കണ്ടുണ്ടോ, ഈ വെള്ളം ഒഴിക്കുമ്പം ആ ഒരു വെള്ളം പോലും അത് മാറിക്കിട്ടുന്നുണ്ടല്ലേ. നമ്മൾ ആ ഒരു നല്ല വെള്ള പാത്രത്തിൻ്റെ മുകളിൽ വെച്ചാണ് വെള്ളം ഒഴിക്കുന്നത്. ആ പാത്രത്തിലെല്ലാം ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. ഇതിപ്പം മുടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കാണിക്കാം. ഈ ഒരു നരച്ച മുടിയെ നിമിഷ നേരം കൊണ്ട് കറപ്പിക്കാൻ കയ്യിലാവില്ല, ചീപ്പിലാവില്ല. ഇതൊന്ന് കുറച്ചൊന്ന് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ പുറത്ത് പോകാവുള്ളൂ എന്നുള്ളൊരു ഇതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ബാക്കിയുള്ള കരികൾ മാറ്റി വെച്ചിട്ട് പാത്രത്തിലുള്ള കുറഞ്ഞ് മാത്രം കരി എടുത്തിട്ടാണ് ചെയ്തത്. ഒരു പിഞ്ച് കരി എടുത്താൽ മതി നമുക്കിടെ മുടിയുടെ എല്ലാ ആ ഒരു നര മാറിയിട്ട് കറുപ്പാക്കി എടുക്കാനും വേണ്ടി. അത് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഇതുകൊണ്ട് നമ്മൾ തലമുടി തേച്ചെന്ന് വെച്ചിട്ട് യാതൊരു വിധമായ സൈഡ് എഫക്റ്റും ഇല്ല. എന്നിട്ട് ചോദിക്കും വാസലിൻ തലയിൽ തേക്കും എന്നുള്ളത്. വാസലിൻ തലയിൽ തേക്കും. കാര്യം മുടിയൊക്കെ ഭയങ്കരമായിട്ട് പാറി പറന്ന് കിടക്കുവാണെങ്കിൽ വാസലിൻ ലേശം കൈ തേച്ചിട്ട് ഒന്ന് ഒതുക്കി വെച്ചാൽ അത് അതുപോലെ തന്നെ ഇരിക്കും. അതുപോലെ തന്നെയാണ് ഇതിലെ ഈ ഒരു കരിയിലോട്ട് വാസലിൻ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലൊന്ന് തേച്ച് കൊടുത്താൽ ഇത് അതുപോലെ തന്നെ ഇരിക്കും. പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഡൈ ചെയ്യാൻ മറന്നു പോയാലോ ഡൈ ചെയ്യുന്ന ഇഷ്ടമില്ലാത്തവരാണെങ്കിലോ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. നിങ്ങൾക്ക് ലൈവ് റിസൾട്ടാണ് കാണിക്കുന്നത്. പിന്നെ മുരിങ്ങ ഇലയുടെ ഗുണങ്ങളിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. അതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കുറേയേറെ മുരിങ്ങയിലുണ്ട്. ഇപ്പം ജലദോഷം, പനി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അസുഖത്തെ തുടർന്ന് നമ്മുടെ ശരീരം ഒത്തിരി അങ്ങ് ഒരു ഫുഡും ഇഷ്ടമല്ലാത്ത രീതിയിൽ നിൽക്കും. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് കുറച്ചും കൂടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കണം. ആരോഗ്യം പ്ലസ് സൗന്ദര്യം, പ്രത്യേകിച്ച് മുടിയുടെ കാര്യം. അല്ലെങ്കിൽ നമുക്ക് ഫുൾ ബോഡിയിൽ നമുക്കൊരു എന്താ പറയുന്ന ഒരു ആരോഗ്യം കിട്ടണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫുഡാണ് മുരിങ്ങയില വെച്ചിട്ട് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. മുരിങ്ങയില ആ ഒരു തണ്ടയിൽ നിന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി, ചുമന്നുള്ളി, അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുരുമുളക്, ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അന്നേരം അത് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. ഇത്രയും കൂടെ ചേർത്തിട്ട് മുരിങ്ങയില നല്ലൊരു 2 പിടി മുരിങ്ങയിലുണ്ട് കേട്ടോ. അതിപ്പോൾ എത്ര ചേർത്താലും ഇതിനകത്ത് മുരിങ്ങയില കഴിക്കാൻ മടിയുള്ള കൊച്ചുങ്ങളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും എല്ലാവർക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. വേറെ പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല. ഇതൊരു റൈസാണ് നമ്മൾ വെക്കുന്നത്, വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ച പോലെ. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നെയ്യിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താമേ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ട്, കല്ലുപ്പിന് പ്രത്യേക ഗുണങ്ങളുണ്ട് കേട്ടോ. കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കണം. അതുപോലെ ഒരു മുട്ട
നമുക്ക് ദിവസവും മുട്ട കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. ദിവസവും ഒരു മുട്ടയെങ്കിലും നമ്മൾ കഴിച്ചാൽ ഏറ്റവും നല്ലതാണ്. ഈ ഒരു മുട്ടയുടെ മുകളിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലേശം വെള്ളം 1-2 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ മുകൾ ഭാഗവും ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടും. ശരിക്കും അങ്ങ് ബുൾസി എന്ന് പറയുമ്പോൾ ഹാഫ് കുക്കല്ലേ, ആ രീതി അല്ലാതെ നമുക്കൊരു 1/4 ഭാഗത്തോളം മുട്ട വെന്ത് കിട്ടും. എന്നിട്ട് നമ്മൾ ആ അരപ്പ് മൺചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ലേശം മിക്സിയുടെ ജാറ് കഴുകി 1-2 സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒട്ടും നമ്മൾ വേസ്റ്റ് ആക്കരുത്, അത്രയേറെ ഗുണങ്ങളുള്ളതാണല്ലോ. ഇതിൽ ആ ഒരു കുരുമുളകിൻ്റെ ഫ്ലേവർ നമുക്ക് കഴിക്കുമ്പോൾ മൂക്കൊക്കെ നല്ലതായിട്ട് ആ മൂക്കടഞ്ഞിരിക്കുന്നവരാണെങ്കിൽ തുറന്ന് കിട്ടിയും തൊണ്ടയിൽ തൊണ്ടവേദനയുള്ളവർക്കൊക്കെ ഏറ്റവും നല്ലതാണ്. അതുപോലെ മുടി നന്നായിട്ട് വളരാൻ ദിവസവും നമ്മൾ മുരിങ്ങയില കഴിക്കാൻ പറ്റില്ലെങ്കിലും ദിവസവും മുട്ട കഴിക്കുക, നെല്ലിക്ക അതിൻ്റെ കൂട്ടത്തിൽ ഈ മുരിങ്ങയിലൊക്കെ ആഴ്ചയിൽ ഒരു 2-3 തവണയൊക്കെ ഉപയോഗിക്കുക, ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇതിലേക്ക് വെന്തയായിട്ടുള്ള ചോറും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുക, നല്ല ടേസ്റ്റാണ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ് കേട്ടോ. പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട, ഇതിനടുത്ത് മുട്ടയും കൂടെ ആകുമ്പം നല്ല കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കടുക്ക വെച്ചിട്ടുള്ള വെള്ളം, കടുക്ക മാത്രമല്ല പിന്നെ ഇൻസ്റ്റൻറ്റ് ഡൈ, അതിൻ്റെ കൂട്ടത്തിൽ നല്ലൊരു ഫുഡ്, ഇവ 3 നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വളരെ സിമ്പിളായിട്ടുള്ള 3 കാര്യങ്ങളാണ് മുടി ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും, നരം മാറ്റാൻ മാത്രമല്ല ആരോഗ്യം പ്ലസ് സൗന്ദര്യം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും നമ്മുടെ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കല്ലേ. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഓക്കെ.